ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ള ഒരു വ്ളോഗിങ് വീഡിയോ അല്ല കേട്ടോ, ഒരു കുക്കിംഗ് വീഡിയോ ആണേ. ലഞ്ച് ബോക്സിലേക്ക് പറ്റിയിട്ടുള്ള അടിപൊളി ഡിഷാണ്. മക്കൾക്കും അല്ല വർക്കിംഗ് വുമൻസിനാണെങ്കിലും ആർക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് ഷഡബഡേന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റൈസിൻ്റെ റെസിപ്പി. അപ്പം ഞാനിതിലേക്ക് യൂസ് ചെയ്യുന്നത് ബട്ടറാണ്. അതുപോലെ നീ നെയ്യാണ് യൂസ് ചെയ്യണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. എനിക്ക് ബട്ടറിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ചോറിലേക്കും അതുപോലെ വെജിറ്റബിൾ ചിക്കൻ ഇതിലേക്കൊക്കെ ബട്ടറിൻ്റെ ഫ്ലേവർ ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ നന്നായിട്ട് മെൽട്ടായി വരുമ്പോൾ കൈക്ക് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊന്നും ഇതിലേക്ക് യൂസ് ചെയ്യരുത് കേട്ടോ. ഇനി ഇതിലേക്ക് വലിയ സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്ന ഒരു സ്പൈസസും പൊടിക്കണില്ല കേട്ടോ, എല്ലാം വോളായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 3-4 ഏലക്കായ ഇട്ട് കൊടുക്കുക, ഒരു തക്കോല ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുക, പിന്നെ പട്ട 3-4 പീസ് പട്ട ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇത് ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുക്കറിൽ ഒരു വിസിൽ കളഞ്ഞെടുക്കുക കേട്ടോ. ശേഷം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് ചേർത്ത് കൊടുക്കണം എന്ന് നോക്കാം. ചിക്കന് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അരി ആഡ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് വെള്ളം മതി കേട്ടോ. വലിയുള്ളി ഇട്ട് കൊടുക്കുക. വലിയുള്ളി ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ ഗാർലിക്കും അതുപോലെ അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കൂസയാണ് കേട്ടോ. ഞാൻ അവിടെ കൂസയാണ് എടുത്തിട്ടുള്ളത്. ഇനി കൂസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊട്ടാറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്താലും മതി. വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം മതി കേട്ടോ. നമ്മൾ ചിക്കൻ വേവിച്ച ടൈമിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യണുള്ളൂ. ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. താഴെ ചിക്കന് ആദ്യം വേവിച്ചതുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെയ്യാണ് കയ്യിലെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇത് 2 വിസിൽ കളഞ്ഞെടുക്കുക. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ കളയുക. അതിന് ശേഷം ഫ്ലെയിം കൂട്ടിയിട്ട് ഒരു വിസിൽ കളയുക. അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ റെസിപ്പി, റൈസിൻ്റെ ലഞ്ച് ബോക്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആർക്കും പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.